ഇപ്പോൾ ഉള്ളത് കശ്മീരിലെ അവസാനത്തെ ഡിസ്ട്രിക്റ്റ് കുഫ്വാഡയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ഉട്ടിങ്ക്രു അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമീർ മീരാനെ കേരളത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കണ്ട് കുറച്ച് സംസാരിച്ചൊരു കശ്മീരി ഉണ്ട്, ബഷീർ എന്ന് പറഞ്ഞ ഒരാൾ. മൂപ്പര് നമ്മളെ വിളിച്ചതായിരുന്നു. ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തി. മൂപ്പര് നല്ല നിലക്ക് ഹോസ്റ്റ് ചെയ്തു. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ രാവിലെ നീച്ച് ഇങ്ങനെ മൂപ്പരെ വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മൂപ്പരിങ്ങനെ കാണിച്ചു തരും. നമ്മുടെ കൂടെ ഷെബീബ് ഉണ്ട്. ഷെബീബ് ഇങ്ങനെ അവൻ്റെ മുറിയ ഹിന്ദിയിലൊക്കെ മൂപ്പരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. आप इसके बारे में बता सकते हैं थोड़ा सा, कैसा है? पहली बार देख रहे हैं ना हम ये, हाँ इसलिए। हाँ हमाम बोलती है, हाँ अरबी वर्ड है हमाम, हाँ हमाम है ना, वो मुगल में वो नहाने के लिए वो होती है ना, उसको भी वहाँ भी उसको भी हमाम बोलती है ना. നമ്മൾ ഇന്നലെ രാത്രി വന്ന സമയത്ത് ഇവിടെ ഒരു 2 റൂമിൽ നല്ല ചൂടുണ്ടായിരുന്നു. തണുപ്പാണ് പുറത്ത്, പക്ഷെ ഉള്ളിൽ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താന്നുള്ളത് രാവിലെ ആയി കഴിഞ്ഞാൽ കാണിച്ചു തരാമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇവിടെ ഇങ്ങനെ റൂമിൻ്റെ അടിയിൽ ഇങ്ങനെ ഇത്ര ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഫുള്ള് ഒഴിവാണ്. അവിടെ മരം കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ചൂട് വരക്കും. എന്നിട്ട് അത് അതിൻ്റെ പുക മുകളിൽ കൂടെ പോകുന്നാണ് പറഞ്ഞത്. അതാണ് മൂപ്പര് കാണിച്ചു തരാന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ഈ റൂമിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ റൂമിൻ്റെ ഉള്ളിൽ ഫുള്ള് ചൂടായിരുന്നു, നല്ല ചൂട് ഇട്ടുണ്ടായിരുന്നു അടിയിൽ. കശ്മീരിൽ പൊതുവെ എങ്ങനെയാണ് സർവൈവ് ചെയ്യലെന്ന് പറഞ്ഞ പിന്നെ തീരെ സാമ്പത്തികമായിട്ടില്ലാത്ത ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മൂപ്പര് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഓക്കെയുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ സിസ്റ്റമൊക്കെ കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് ഉണക്കാൻ വന്ന എവിടേക്കറിയോ, തുളസി മൂപ്പര് സ്കൂളിൽ പോയി. അപ്പോൾ 9 മണിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് മൂപ്പര് പോയി. നാട് കാണിക്കാൻ വേണ്ടി മൂപ്പരെ മക്കളെ ഞങ്ങളെ കൂടെ വിട്ടിട്ടുണ്ട്, 2 ചെക്കന്മാര്. ഇതാണ് മൂപ്പരെ 2 മക്കള്. ഓലും ഇപ്പൊ പേര് പറയും. ഞാൻ बताओ. मुअज़्ज़म. कितने स्टैंडर्ड में पढ़ रहे? 6th स्टैंडर्ड में पढ़ रहे हैं. और आप? मेरा नाम साकिब, मैं 8th क्लास में. हाँ साकिब 8th क्लास. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ വലിയ മനുഷ്യന്മാരിപ്പോൾ. ഓലാണ് ഞങ്ങൾ ഫുള്ള് ചുറ്റി കാണിച്ചത്. വ്യൂ രക്ഷയില്ല. കടുകുപാടം കിട്ടാൻ കാണുമ്പോൾ നല്ല രസം. മഞ്ഞ പൂക്കൾ ഈ സൈഡൊക്കെ നോക്കിയാൽ നിറച്ച് പൂക്കളാണ്. ക്യാമറയിൽ അത്ര ഒരു രസം കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ മുന്നിലേക്കുള്ള വ്യൂ നോക്കി അതിലേറെ രസമാണ്. ഇങ്ങനെ ഫുള്ള് മഞ്ഞ് മൂടിയ പർവ്വതങ്ങളാണ് ബാക്കിൽ. കണക്ക് എൻ്റെ വീട് കുറെ നേരമായി ചെറുക്കാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. സർസോങ്കി തേയില് എണ്ണാന്ന് പറഞ്ഞ സർസോങ്കി ഗേത്ത് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. ഈ കാശ്മീരിൻ്റെ ഗ്രാമഭംഗി എന്ന് പറയുന്നത് നാച്ചുർ മാത്രമല്ല, അവിടുത്തെ മനോഹരമായിട്ടുള്ള ഹൃദയം കൂടി ഉണ്ട്. അതായത് ഏതോ ഒരു നിമിഷത്തിൽ കണ്ടുമുട്ടിയ ആൾ വീട്ടിൽ വിളിച്ചെടുത്തിട്ട് നമ്മളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇത് ഉള്ളൂന്ന് തോന്നണം. അത് നമുക്ക് പോലും അവിടെ ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല മൂപ്പര ഒരു 14 വർഷത്തെ ബന്ധം. പിന്നെ അദ്ദേഹം ഒരാളൊരു യാത്രയിൽ വെച്ച് കണ്ടിട്ട്, അതും കേരളക്കാരനാണ്, അയാളെ 14 വർഷമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് പറയുമ്പോൾ ഹി ഹാസ് എ ഗുഡ് ഹാർട്ട്. കാശ്മീർ ഹാസ് എ ഗുഡ് ഹാർട്ട്. അതായത് 14 വർഷത്തെ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായി. ഞങ്ങൾ വന്ന സമയത്ത് മൂപ്പര് ഒരു
ഒരാൾക്ക് വിളിച്ചു, എന്നിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുന്നു പറഞ്ഞു. മൂപ്പര് സംസാരിച്ച് 2011 2012 മൂപ്പർക്ക് ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. 2012 മൂപ്പര് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. കുറേ തുടർച്ചയായിട്ട് കുറേ കാലം ചാറ്റും കാര്യങ്ങളും സംസാരിക്കില്ല. അതിൻ്റെ രസം അതാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അറിയില്ല. ഒരാൾക്ക് മറ്റാള് മലയാളം മാത്രമേ അറിയുള്ളൂ, ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് മാത്രമല്ല അറബി. രണ്ടുപേർക്കും മ്യൂച്വലായിട്ട് അറിയുന്നതുകൊണ്ട് ചെറുതായി സംസാരിക്കുമായിരുന്നു ഇത്രേ. എന്തായാലും അത് ഭയങ്കര കണക്ഷനായി. ഓല് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. പക്ഷേ കുറേ സമയത്ത് മറ്റാള് ചില സമയത്ത് ഫോൺ കട്ട് ചെയ്യാമെന്ന് പറയലുണ്ട്, കാരണം സംസാരിക്കാൻ കഴിയായിട്ട്. പക്ഷെ വീഡിയോ കോൾ ചെയ്യലുണ്ട്, കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അത് കേട്ടപ്പോൾ അത്രയും കാലമായിട്ട് കോണ്ടാക്ട് നിലനിർത്താൻ മൂപ്പര്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമുക്ക് ഭയങ്കരമായിട്ട് മൂപ്പരോട് റെസ്പെക്റ്റ് ഒക്കെ തോന്നി. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. എല്ലാ വീടിനും ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഷീറ്റിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ്, അതായത് തണുപ്പ് കാലത്ത് മഞ്ഞ് വരുമ്പോൾ അത് ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള മുകളിൽ ഇരുന്ന പ്രശ്നമല്ലേ, അതുകൊണ്ട്. ഇവിടെ താറാവൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഒരുത്ത് മുന്നിലെടുക്കാണ്ടോ. ഓനൊക്കെ അറിയാന്നുള്ള ഒരു ഭാവമാണ്. ഇന്ത്യയിൽ വേറല്ല, ചെക്കന്മാരോട് വരെ ചോദിച്ച് ചെക്കന്മാർ വരെ ഊക്കി വിട്ടോനെ. അതാണ് ഇപ്പോൾ തെറ്റിയിട്ട് മുന്നിൽ നടക്കുന്നത്. ഇവിടെ ഒരു വാട്ടർ ലാൻഡാണ്, അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കോഴികൾ, वो कुछ और बोला था ना आप, वो धक्का दिया. नहीं भैया നമ്മളിങ്ങനെ അടുത്തൊരു ഗ്രാമത്തേക്ക് എത്തിക്കാണ്. നമ്മുടെ ബഷീർ സാബിൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള വേറൊരു ഗ്രാമത്തേക്ക് ഇങ്ങനെ നടന്നെത്തിക്കാണ്. നല്ല രസം. ഒരു ഗ്രാമം, അത് കഴിഞ്ഞിങ്ങനെ കുറേ മരങ്ങൾ അങ്ങനത്തെ കൊഴിഞ്ഞ സ്ഥലം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഗ്രാമം, അങ്ങനെ 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 നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. പോരാത്തിന് നല്ല മനുഷ്യന്മാർ, കുട്ടികൾ, ക്രിക്കറ്റ് കാർഡ്, നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് കാർഡൊക്കെ താഴുന്നു. കൃഷികളൊക്കെ ആയിട്ട് തട്ടി തിരിച്ചിരിക്കുകയാണ്. നടന്നൊരു താഴ്വാരുണ്ട് ഇത്ര ഇവിടെ, അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴ്വാര, അവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ സ്ഥലം, കുളം പോലെ ചെറിയൊരു സംഭവം. ഓ നല്ല തണുപ്പുണ്ട്. നല്ല രസം സ്ഥലല്ലേ, ഒരു കുണ്ടാണ് ഇവിടേക്ക്. ക്യാമോണാക്കിട്ട് ചാടി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും. ഫോണാ പോ, ഞാൻ ചാടില്ല. ഇല്ല, നീ അപ്പുറത്ത് കുറച്ച് മാറി ചാടിയാ. ഈ അമീറിനെ കൊണ്ട് വലിയ തൊല്ലായിട്ടോ. കുറെ നേരം ഇവരെ ചളി ഇങ്ങനെ അടിച്ചു. എന്ത് ചെക്കന്മാര് മുന്നിൽ നല്ല നടത്താം. അവിടെ ഒരു പൂരം ഉണ്ടല്ലോ. ആ കണ്ടു. നമ്മളിവിടെ എത്താറായിക്കോളൂ. നല്ല രസമുള്ള സ്ഥലമാണ് താഴ്വര. ഓ നൈസ് നൈസ് നൈസ്, അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ. തുളസി ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്.
നല്ല രസമുണ്ട്. എവിടെ വി ആർ നോട്ട് ടൂറിസ്റ്റ്, വി ആർ ട്രാവലേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആളാണ്. കുറച്ച് നടന്നപ്പോഴെ കാള് ചത്തു. ഷബീബാണെന്നുണ്ടെങ്കിൽ ആ ചെറുക്കന്മാരെ മുറിയനിന്തിയും പറഞ്ഞിങ്ങനെ പറ്റിച്ച് നടക്കണ്ട മുന്നിൽ. പിന്നെ ആക്ഷൻ ഇംഗ്ലീഷും. ഇംഗ്ലീഷ് ചെക്കൻ പക്ക, ഹിന്ദി പക്ക അല്ലാന്നൊന്നുമില്ല കേട്ടോ. ചെക്കൻ ഓക്കെയാണ്. ഒരു 2 ദിവസം കൂടി നോർത്തിൽ നിന്നാല് ഫുള്ള് ഹിന്ദി പറയോ. സഹിക്കേണ്ടി വരും, ഞങ്ങള് സഹിക്കേണ്ടി വരും. കേരളത്തിലേക്ക് നമ്മൾ ടൂറിസ്റ്റിനെ ട്രാവലറിന് എന്തോ പറയണ്ട്. എന്താണ് ട്രാവലേഴ്സ് എങ്ങനെയാണ്? കടന്നിറങ്ങാൻ മൂടിലായി. എന്ത് പിന്നെന്താ ഉള്ളത്? എന്ത് പ്ലാനുള്ളത്? അതായത് ഒരു നാട്ടിൽ ചെന്നിട്ട് നാട്ടുകാർ പുറത്താക്കണം. കൊള്ളാം കൊള്ളാം. ഓ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. മലയാളത്തിലുള്ള ഡയലോഗാണോ? മലയാളത്തിൽ എന്ത് ഡയലോഗാണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് നമ്മൾ ഹിഡൻ ജെംസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്തേക്ക്, മറ്റേ നമ്മൾ ഗുൽമാർഗൊക്കെ പോകുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് മുഴുവൻ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ഹെവൻ, സംതിങ് ലൈക്ക് ദാറ്റ്. ചെക്കന്മാര് കേട്ടിട്ട് എത്താ പോയി പറയണേ. നമ്മളിങ്ങനെ മര്യാദ എടുത്ത് കുടിച്ചേ. നമ്മളിവിടെ പോവാൻ നേരത്തെ ഇങ്ങനെ ഒരു ആടുകളൊരു സാധനം കണ്ട് ചെക്കന്മാര് ഈ ഇത് കാണാൻ വേണ്ടിട്ട് നമ്മള് ഇറങ്ങിയത്.